എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന സീരീസിലെ യൂണിറ്റ് 17ാമത്തേതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായി നമ്മൾ ഏകദേശം 16ഓളം അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആം, ഈസ്, ആണ്, വാസ്, വേർ, ഡു, ഡസ്, ഹാവ് പോലെയുള്ള പ്രൈമറി ഓക്സിലറി വെർബുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രൈമറി ഓക്സിലറി വെർബാണ് ഹാവ് എന്നുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ്. അത് 4-5 സെക്ഷനുകളായിട്ടാണ് ഹാവിൻ്റെ യൂസേജ് വരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലാണ് ഈ 17ാമത്തെ അധ്യായം വരുന്നത്. ഹാവ് യു എവർ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ്. നമുക്ക് നോക്കാം. ഹാവ് യു എവർ പ്രസൻറ്റ് പെർഫെക്റ്റ്, അതിൻ്റെ മൂന്നാമത്തെ ഭാഗം. ആദ്യം രണ്ടുപേരുടെ സംസാരത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു ബീൻ ടു റോം, നിങ്ങൾ റോമിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് അർത്ഥം വരുന്നത്. യെസ് ഐ ഹാവ് മെനി ടൈംസ്, കുറേ പ്രാവശ്യം. അതായത് ബീൻ എന്ന വാക്കിന് ഗോ എന്നർത്ഥമുണ്ട്, കം എന്നർത്ഥമുണ്ട്, ഗോ ആൻഡ് കം എന്നർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ, പോയി വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. യെസ് ഐ ഹാവ് മെനി ടൈംസ്, കുറേ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് എന്നർത്ഥം. ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ, എപ്പോഴെങ്കിലും നിങ്ങൾ ജപ്പാനിലേക്ക് പോയിട്ടുണ്ടോ. അപ്പോൾ ഹാവ് യു എവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഹാവ് യു എവർ എന്നുള്ളത് ചോദിക്കുന്നത്. നോ ഐവ് നെവർ ബീൻ ടു ജപ്പാൻ, ഞാൻ ഒരിക്കലും ജപ്പാനിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ പോയി വന്നിട്ടില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നു. വി യൂസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഹാവ് ബീൻ, ഹാവ് ഹാഡ്, ഹാവ് പ്ലേഡ് എന്നിങ്ങനെയുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് വെൻ വി ടോക്ക് അബൌട്ട് എ ടൈം ഫ്രം ദ പാസ്റ്റ് ആൻഡ് നൗ, അതായത് കഴിഞ്ഞ കാലം മുതൽ ഇതുവരെയുള്ള ഒരു കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ്റെ കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ പേഴ്സൺസ് ലൈഫ്, ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ, നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ പാസ്റ്റ് മുതൽ ഇതുവരെയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏത് കാലത്ത് നിന്നായാലും ഇതുവരേക്കുള്ള ഒരു സംഭവം. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കൂ. ഹാവ് യു ബീൻ ടു ഫ്രാൻസ്, നിങ്ങൾ ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ടോ ഇൻ യുവർ ലൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോ ഐ ഹാവ് ഇറ്റ്, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഹാവിന് ശേഷം ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക എന്നുള്ളത് കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബിൻ്റെ 4ാമത്തെ രൂപം. അതായത് V1 V2 V3 എന്നിങ്ങനെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് 3ാമത്തെ രൂപം. റൈറ്റ്, റോട്ട്, റിട്ടൺ എന്ന് പറയുമ്പോൾ റിട്ടൺ എന്നുള്ള ഫോമാണ് ഈ ഹാവിനും ഹാസിനും ഹാരിനും ശേഷം ഉപയോഗിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കും. ഐവ് ബീൻ ടു കാനഡ ബട്ട് ഐ ഹാവിൻ ബീൻ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഞാൻ കാനഡയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ടില്ല, USA പോയിട്ടില്ല എന്നർത്ഥം. മേരി ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ, മേരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വ്യക്തിയാണ്. ഷി ഹാസ് ഹാഡ് മെനി ഡിഫറെൻറ്റ് ജോബ്സ്, അവൾ ഒരുപാട് വ്യത്യസ്തമായ ജോബുകൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇവിടെ ഹാഡ് എന്നുള്ളതിന് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് ജോബിൻ്റെ മുമ്പ് ഹാവ് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. ഹാവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹാഡ്. അതുകൊണ്ട് ഷി ഹാസ് ഹാഡ് മെനി ഡിഫറെൻറ്റ് ജോബ്സ് ആൻഡ് ഹാസ് ലിവ്ഡ് ഇൻ മെനി പ്ലേസസ്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അവർ ജീവിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ അർത്ഥം. നോക്കൂ. ഐ ഹവ് ബീൻ ദാറ്റ് വുമൻ, ഐ ഹവ് സീൻ ദാറ്റ് വുമൻ ബിഫോർ ബട്ട് ഐ കാൻ റിമെമ്പർ വേർ, ഞാൻ ആ സ്ത്രീയെ, ആ ലേഡിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, എവിടെയാണ് എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഐ ഹവ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഹൗ മെനി ടൈംസ് ഹാസ് ബ്രസീൽ വൺ ദ വേൾഡ് കപ്പ്, ബ്രസീൽ എത്ര പ്രാവശ്യം വേൾഡ് കപ്പ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസ് വൺ എന്ന് പറഞ്ഞാൽ വിജയിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഹാവ് യു റെഡ് ദിസ് ബുക്ക്, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ. യെസ് ഐ റെഡ് ഇറ്റ് ട്വൈസ്, ഞാനിത് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എന്നർത്ഥം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് പ്ലസ് എവർ ഇൻ ക്വസ്റ്റ്യൻസ് ആൻഡ് നെവർ. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ എവർ എന്നുള്ളതും നെവർ എന്നുള്ളത് ആൻസറിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹാസ് ആൻ എവർ ബീൻ ടു ഓസ്ട്രേലിയ, ആൻ എപ്പോഴെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ടോ. യെസ് വൺസ്, ഒരു പ്രാവശ്യം എന്നർത്ഥം, 1 ടൈം. ഹാവ് യു എവർ പ്ലേഡ് ഗോൾഫ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഗോൾഫ് കളിച്ചിട്ടുണ്ടോ. യെസ് ഐ ഓഫൻ പ്ലേ ഗോൾഫ്, ഞാൻ മിക്കപ്പോഴും ഗോൾഫ് കളിക്കാറുണ്ട് എന്നർത്ഥം. മൈ മദർ ഹാസ് നെവർ ട്രാവൽഡ് ബൈ എയർ, എൻ്റെ അമ്മ ഒരിക്കലും എയറിൽ ട്രാവൽ ചെയ്തിട്ടില്ല, അതായത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഐ ഹാസ് നെവർ, മൈ മദർ എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് ഹാസ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നു. ഹാസ് എന്ന് പറഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഐയും ബഹുവചനങ്ങളും വരുമ്പോൾ ഹാവ് ഉപയോഗിക്കുന്നു, മറ്റ് ഏകവചനങ്ങൾ വരുമ്പോൾ ഹാസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഉദാഹരണം നോക്കൂ. ഐ ഹവ് നെവർ റിഡൻ എ ഹോഴ്സ്, ഞാൻ ഒരിക്കലും കുതിരയെ ഓടിച്ചിട്ടില്ല. അപ്പം നെവർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹു ഇസ് ദാറ്റ് മാൻ, ആരാണ് ആ മനുഷ്യൻ. ഐ ഡോണ്ട് നോ, ഐ ഹവ് നെവർ സീൻ ഹിം ബിഫോർ, ഞാൻ അവനെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എന്നർത്ഥം. ഐ ഹവ് നെവർ സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എന്നർത്ഥം. ആൻഡ് ഗോൺ ആൻഡ് ബീൻ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത ഭാഗത്ത് കൊടുക്കുന്നത്. ആൻഡ് വേഴ്സ് ബിൽ എന്നൊരാൾ ചോദിക്കുന്നു. ഹീസ് എവേ, ഹീസ് ഗോൺ ടു സ്പെയിൻ, അവൻ സ്പെയിനിലേക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ബിൽ ഹാസ് ഗോൺ ടു സ്പെയിൻ, ഹീസ് ഇൻ സ്പെയിൻ നൗ, ആ പറയുന്ന നിമിഷത്തിൽ അദ്ദേഹം സ്പെയിനിലാണ് എന്നാണ് ഗോൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. ഇനി ബീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നോക്കൂ. 2 weeks later, 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഡയലോഗാണ്. ഹലോ ബിൽ,
ഹലോ ഐ ബീൻ ഓൺ ഹോളിഡേ, ഐ ബീൻ ടു സ്പെയിൻ. ഞാൻ ഹോളിഡേയിലായിരുന്നു, ഞാൻ സ്പെയിനിലേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥം. പോയി വന്നിട്ടുണ്ട് എന്നർത്ഥം വരാം. പോവുക, വരിക, പോയി വരിക എന്നൊക്കെ ബീൻ അർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ സ്പെയിനിൽ പോയി വന്നിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ബിൽ ഹാസ് ബീൻ ടു സ്പെയിൻ, ഹാവ് വെൻ ടു സ്പെയിൻ ബട്ട് നൗ ഹീസ് ബാക്ക്. അദ്ദേഹം പോയിരിക്കുന്നു, പിന്നെ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോഴാണ് ബീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോൺ എന്ന് പറയുന്നതിൻ്റെ ബീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവ്യത്യാസമാണ്. ഗോ എന്ന് പറയുമ്പോൾ പോവുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബീൻ എന്ന് പറയുമ്പോൾ പോയി വരിക എന്ന് കൂടി അർത്ഥമുണ്ട്. കമ്പയർ രണ്ടും കൂടി താരതമ്യം ചെയ്ത് നോക്കുന്ന രണ്ട് സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐ ക്യാൻ ഫൈൻഡ് സ്യൂസൻ, എനിക്ക് സൂസനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആൻഡ് വേർ ഹാസ് ഷീ ഗോൺ, അവൾ എവിടെ പോയിരിക്കുന്നത്, എവിടെയാണ് പോയിട്ടുള്ളത് എന്നർത്ഥം. വേർ ഹിസ് ഹി നൗ എന്നുള്ളതാണ്, ഇപ്പോഴെവിടെയാണ് എന്നറിയാനാണ് ആഗ്രഹിക്കുന്നത്. ഓ ഹലോ സൂസൻ, ഐ വാസ് ലുക്കിംഗ് ഫോർ യു. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഹലോ സൂസൻ, ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. വേർ ഹാവ് യു ബീൻ, നീ എവിടെ പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് പോയി വന്നിരിക്കുന്നത് എന്നർത്ഥം. ബീൻ എന്ന് പറഞ്ഞാൽ വരിക, പോവുക, പോയി വരിക എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. യൂണിറ്റ് 15 മുതൽ 16 വരെ 18ഉം 20ഉം ആണ്. ഇത് 17ാമത്തെ പാഠമാണ്. അപ്പോൾ 15 മുതൽ 20 വരെ 5 ഭാഗങ്ങളായിട്ടാണ് ഹാവ് എന്നുള്ളതിനെ നമ്മൾ വിശദീകരിക്കുന്നത്. ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് സിമ്പിളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് 20 ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസുകളാണ്. നോക്കാം. ഒന്നാമത്തെ എക്സസൈസ് വരുന്നത് യു ആർ ആസ്കിങ് ഹെലൻ ക്വസ്റ്റ്യൻസ് ബിഗിനിങ് ഹാവ് യു എവർ, റൈറ്റ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹാവ് യു എവർ എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഹെലനോട് ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന് ലണ്ടൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ, നിങ്ങൾ എപ്പോഴെങ്കിലും ലണ്ടനിലേക്ക് പോയിട്ടുണ്ടോ? നോ, നെവർ, ഒരിക്കലും ഇല്ല എന്നാണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തത് പ്ലേ ഗോൾഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാവ് യു എവർ പ്ലേഡ് ഗോൾഫ്. ഇവിടെ ഹാവ് യു എവർ വന്നു കഴിഞ്ഞാൽ പ്ലേഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്, മെനി ടൈംസ് എന്നുള്ളത്. അതേപോലെ ഓസ്ട്രേലിയ എന്നൊരു ചോദ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യം ഉണ്ടാക്കണം. ആൻഡ് ലൂസ് യുവർ പാസ്പോർട്ട് ആൻഡ് ഫ്ലൈ ഇൻ ആൻ ഹെലികോപ്റ്റർ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ ചോദ്യങ്ങളെല്ലാം കറക്റ്റാണ് എന്ന് ആൻസർ കീ നോക്കി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സസൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് ഹെലൻ, ഹെലനെ കുറിച്ച് സെൻറ്റൻസുകൾ എഴുതുക. ലുക്ക് അറ്റ് ഹെർ ആൻസർ ഇൻ എക്സസൈസ് 17(1), അതായത് 17(1) ആൻസർ നോക്കിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഹെലനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. ന്യൂയോർക്ക് എന്നുള്ളത്, ഹെലൻ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് ചോയ്സ്, 2 പ്രാവശ്യം ഹെലൻ ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഉത്തരം ലഭിക്കുന്നത്? ഇവിടെ ന്യൂയോർക്ക്, 7ാമത്തെ ചോദ്യം ന്യൂയോർക്ക് എന്നുള്ളതാണ്. അപ്പോൾ യെസ് ചോയ്സ് എന്നിവിടെ കൊടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓസ്ട്രേലിയ എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഇവിടെ ഉണ്ട്, ഹാവ് യു എന്നുള്ളത്. നോ, നെവർ എന്നാണ് ഉത്തരം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ ഈ 4 ഫില്ല് ചെയ്യണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ആൻസർ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം മനസ്സിലായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത എക്സസൈസ്, നൗ റൈറ്റ് അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് എഴുതുക. ഹൗ ഓഫൻ ഹാവ് യു ഡൺ ദീസ് തിങ്സ്, ഇതെല്ലാം നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതണം. ഒന്ന് ന്യൂയോർക്കിലേക്ക് പോയത്, ടെന്നീസ് കളിച്ചത്, ഹെലികോപ്റ്ററിൽ ഫ്ലൈ ചെയ്തത്, ലേറ്റ് ഫോർ വർക്ക് ഓർ സ്കൂളിനോ അല്ലെങ്കിൽ വർക്കിനൊക്കെ നേരം വൈകി പോയത്. അത് നിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എക്സസൈസ്, മേരി ഈസ് 65 years old, മേരിക്ക് 65 വയസ്സാണ്. ഷി ഹാസ് ഹാഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ലൈഫ്, അവൾക്ക് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ലൈഫാണുള്ളത്. വാട്ട് ഹാസ് ഷി ഡൺ, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഹാവ്, ബി, ഡു, റൈറ്റ്, ട്രാവൽ, മീറ്റ് എന്നിങ്ങനെ 6 വെർബുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾ ഓവർ ദ വേൾഡ്, മെനി ഡിഫറെൻറ്റ് ജോബ്സ്, 10 books, a lot of interesting things, a lot of interesting people, married 3 times എന്നിങ്ങനെ മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ 6 ചോദ്യങ്ങളാണ് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. ഒന്നാമത്തത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. ഷി ഹാസ് ഹാഡ് മെനി ഡിഫറെൻറ്റ് ജോബ്സ്, അവൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബുകൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതേപോലെ ഈ 6 ഫില്ല് ചെയ്യുക. നിങ്ങൾ ഈ വെർബുകളും മറ്റു വാക്കുകളും മേലെ കൊടുത്ത ഈ കോളത്തിൽ നിന്ന് എടുത്തെഴുതിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എല്ലാം ആൻസർ കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാഠം മനസ്സിലായിരിക്കുന്നതെന്നർത്ഥം. ഇനി 4ാമത്തെ എക്സസൈസ് നോക്കാം. പുട്ട് ഇൻ ഗോഡ് ഓർ ബീൻ, ഇതിൽ ഗോഡ് ഓർ ബീൻ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക എന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ബിൽ ഈസ് ഓൺ ഹോളിഡേ അറ്റ് ദ മൊമെൻറ്റ് ഹി ഹാസ് ഗോൺ ടു സ്പെയിൻ, ഈ സമയത്ത് അവൻ സ്പെയിനിലേക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നർത്ഥം. അതേപോലെ ഇവിടെ അടുത്തതിൽ ഐ തിങ്ക് ഷി ഹാസ് ഡാഷ് ആണ്, അവിടെ ബീൻ ആണോ ഗോൺ ആണോ, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. അപ്പോൾ ഗോൺ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നു എന്നർത്ഥം, ബീൻ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട് എന്നർത്ഥം വരാം, വന്നിട്ടുണ്ട് എന്നർത്ഥം വരാം, പോയി വന്നിട്ടുണ്ട് എന്നർത്ഥം വരാം. അപ്പോൾ ഏതർത്ഥമാണ് കറക്റ്റായിട്ട് ലഭിക്കുന്നത് എന്ന് അതിനനുസരിച്ചിട്ട് എഴുതുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ അധ്യായത്തിലെ 7 ഭാഗങ്ങളും നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടത്. അപ്പോൾ ഈ അധ്യായം ഇത്രയേ ഉള്ളൂ. ഹാവ് യു എവർ, നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ,
അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഐ ഹാവ് നെവർ, ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ഐ ഹാവ് എന്നാണ് ആൻസർ പറയേണ്ടത്. അപ്പോൾ ഹാവ് യു എവർ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഹാവ് യു എവറിന് ശേഷം ഒരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 18ാമത്തെ അധ്യായമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.